ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പക്കവടയാണ്. അതെങ്ങനെ ഉണ്ടാകും നമുക്ക് നോക്കാം. അതിന് ഞാനൊരു 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ ചിക്കൻ ഇതേപോലെ ചെറുതായി ഒരു മീഡിയം സൈസ് കഷ്ണാക്കാം. എല്ലില്ലാത്ത ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ പീസാക്കട്ടോ. 1/2 കിലോനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങൾ: ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ്, 1/2 ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി ഒരു 1.5 സ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് കസ്തൂരി മേത്തി പറയും. അത് നല്ല രുചി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ കസ്തൂരി മേത്തി. അപ്പോൾ നമുക്കതൊരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഉപ്പും മുളക് പൊടിയും എല്ലാം നല്ലതുപോലെ ചിക്കനിലൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ചിക്കൻ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ പക്കവട ഉണ്ടാക്കാൻ ഈസിയാണ്. നല്ല രുചി ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഏത് ചിക്കൻ കഴിക്കാത്ത കുട്ടികളും ഇത് കഴിച്ചോളൂ കേട്ടോ. നല്ലോണം അതിന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് കടലമാവിൻ്റെ പൊടി, 2 സ്പൂണ് കടലമാവ്. പിന്നെ നമുക്ക് കടലപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ കടലപ്പൊടി. ഇനി നമുക്ക് അരിപ്പൊടി വേണം. അരിപ്പൊടി ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ 2 സ്പൂൺ. 2 സ്പൂൺ കോൺഫ്ലവറും കൂട്ടി നന്നായി ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ ആ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 1/2 മുറി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം തിരുമ്പി കൊടുക്കുക. ഇനി ഒരു കറുമ്പ് ഫുൾ കളർ ഇട്ട് കൊടുക്കട്ടോ. ഇതിൽ നല്ലൊരു കളറിന് വേണ്ടിയിട്ടേ കുറച്ചിട്ട് കൊടുത്താൽ മതി. തോനൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചിക്കന് നല്ലോണം ഈ മസാല പിടിക്കുന്ന വരെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടു. 1/2 കിലോനല്ലുള്ളൂ. അപ്പോൾ ഒരു മുട്ട ഇട്ടാൽ മതി കേട്ടോ. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് മുട്ട എല്ലാ മസാലയും പാടെ ഒന്നിച്ചിട്ട് കൊടുക്കരുത് കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴാണ് ഈ ചിക്കനിൽ നല്ല മസാല പിടിക്കുള്ളൂ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇല വേണം. അത് പൊരിച്ചെടുക്കുക വേണ്ട. പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്കാം.
ഈ അരിപ്പൊടിയൊക്കെ കൂട്ടുമ്പോൾ നല്ല ക്രിസ്പി ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും. കടലമാവും കോൺഫ്ലവറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് മതി കേട്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മളെ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാൻ അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഫസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, ഒരു 5-6 പച്ചമുളക് ചെറുതായിട്ട് നടുകീറിട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ പച്ചമുളകും കറിവേപ്പിലും നല്ല വലിയിട്ടുണ്ട്. നമുക്കിതൊന്ന് എണ്ണയിൽ എടുക്കാം. ഈ കറിവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മളിത് ഇങ്ങനെ എണ്ണയിൽ നിന്ന് കോരി എടുക്കുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും എണ്ണയ്ക്ക്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ചിക്കൻ്റെ പൊക്കവട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് പൊരിച്ച മണമൊക്കെ നല്ലൊരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഈ എണ്ണയിലേക്ക് അപ്പം നല്ല ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് അത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും പൊരിച്ചെടുക്കാൻ നോക്കുക. ഈ കസ്തൂരി മേത്തി പറഞ്ഞ ഉലുവട ഇലയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു മണം കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഒരു പുറമായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് അപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ചിക്കൻ പൊക്കവട ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ചെറിയ തീയിൽ വേണം, നമുക്ക് ഉള്ളൊന്ന് വേവണ്ടേ. അപ്പോൾ ചെറിയ തീയിലാക്കിയിട്ട് ഒരു 5 മിനിറ്റോളം അത് വേവിച്ചെടുക്കാൻ കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടി അതേപോലെ ഇടാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഉണ്ടല്ലേ, സോഫ്റ്റും നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ പൊക്കവടയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ പൊരിച്ച് വെച്ചില്ലേ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്. അപ്പോൾ ഈ കറിവേപ്പിൻ്റെ ഇല ഒന്നും എടുത്ത് കളയരുത്. ഇങ്ങനെ ഉണ്ടാക്കി അതിൽ നമ്മളിത് കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സവാള ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് വെറുതെ ഒന്ന് കടിച്ച് തിന്നാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എൻ്റെ സെൽഫ കിച്ചൻ ചാനൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.